ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് സി പ്രോഗ്രാമിംഗിന്റെ ഒരു റിവിഷൻസ് ഉണ്ട് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദ ഫോളോയിങ് പ്രോഗ്രാം ഫ്രാഗ്മെന്റ് ഇൻ കെ ഈക്വൽ ടു -7 പ്രിന്റ് പെർസെന്റേജ്ലി 0 ലെസ് ദാൻ നോട്ട് കെ. ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം പറയാം. എടുത്തുചാടി ആൻസർ ചെയ്യരുത്, ശ്രദ്ധിച്ച് ആലോചിച്ച് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന അത്രയും സീരിയസ്നെസ് ഇതിനകത്ത് കാണിക്കുക. ഒരു കോഡ് സെഗ്മെന്റ് തന്നിട്ടുണ്ട് അതിൽ, ദെൻ അത് പ്രിന്റ് ചെയ്യുന്ന വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പം ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻറ്റ് കെ ഈക്വൽ ടു -7. അപ്പൊ ഇവിടെ ഞാൻ എഴുതാണ് കെയുടെ വാല്യൂ എത്രയാണ്, -7 ആണെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്, പ്രിന്റ് ഓഫ് പെർസെന്റേജ്, അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്, ഒരു ഇൻഡിജർ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ആ പ്രിന്റ് ചെയ്യാനുള്ള വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം ഈ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണ്, 0 ലെസ് ദാൻ നോട്ട് കെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം രണ്ട് ഓപ്പറേറ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. ലെസ് ദാൻ ഓപ്പറേറ്ററും വരുന്നുണ്ട്, നോട്ട് ഓപ്പറേറ്ററും വരുന്നുണ്ട്. അപ്പം കൂടുതലും യൂണറി ഓപ്പറേറ്റർ കാറ്റഗറിയിൽ വരുന്നതിനാണ് പ്രസിഡൻസ് കൂടുതൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം നോട്ടിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പം ആദ്യം നമ്മൾ ആരെ സോൾവ് ചെയ്യണം, നോട്ടിനെ സോൾവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ആരെ എടുക്കാൻ പാടുള്ളൂ, ലെസ് ദാൻ സിമ്പിൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞാണ്. അപ്പൊ ഇതിനകത്ത് പ്രസിഡൻസ് കൂടുതൽ വരുന്ന ആർക്കാണ്, നോട്ടിനാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നോട്ടിനെ സോൾവ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, 0 ലെസ് ദാൻ ആ വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നോട്ട് കെ എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. കെയുടെ വാല്യൂ എത്ര അവർ പറഞ്ഞിരിക്കുന്നത്, -7. അപ്പൊ നമുക്കറിയാം 0 എന്ന് പറയുന്നതിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫാൾസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അത് കണക്ക് തന്നെ അല്ലാത്ത എല്ലാ വാല്യൂസും, അതിപ്പം പോസിറ്റീവ് ആകാം, അതെനിക്ക് നെഗറ്റീവ് ആകാം, ഇതെല്ലാം എന്തായിട്ട് കൺസിഡർ ചെയ്യണം, നമ്മൾ ട്രൂ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പം ഈ ഒരു നോളജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, എങ്കിലേ ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, 0 ഫാൾസും ബാക്കി എല്ലാ വാല്യൂസും എന്താണ്, പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് വെച്ചാൽ നോട്ട് ഓപ്പറേറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാണ് അല്ലെ. നോട്ട് ട്രൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും അല്ലെ. ട്രൂവിനെ നോട്ട് എന്തായിട്ട് മാറ്റും, ഫാൾസ് ആക്കി മാറ്റും. ഇനി അതിനൊക്കെ നോട്ട് ഫാൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഐഡിയ നമുക്ക് വേണം. നോട്ട് ഓപ്പറേറ്ററിന് കൂടെ ട്രൂ എന്നാൽ അത് ഫാൾസ് ആണ്, ഫാൾസ് എന്നാൽ എന്താണ്, ട്രൂ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, നോട്ട് കെ എന്നല്ല തന്നിരിക്കുന്നത്, കെ എത്രയാണ്, -7 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. -7 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പറയാം ട്രൂ ആണെന്ന് പറയാം. അപ്പം നോട്ട് ട്രൂ എന്നല്ല അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫാൾസ് ആണ്. ഇനി ഫാൾസിന്റെ കറസ്പോണ്ടിങ് ഇൻഡിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പറയുന്ന 0 ലെസ് ദാൻ നോട്ട് കെ, അതിനകത്ത് നോട്ട് കെ നമ്മൾ സോൾവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ എന്താണ്, 0 ലെസ് ദാൻ 0 എന്ന് കിട്ടി അല്ലെ. അപ്പൊ 0 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടീഷൻ അല്ലേ. അപ്പൊ ആ കണ്ടീഷന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാൾസ്. ഇനി നമ്മളോട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതിന് ഇൻഡിജർ വാല്യൂ അല്ലേ. ഫാൾസിന് ഇൻഡിജർ വാല്യൂ എത്രയാണ്, 0. അപ്പം ഈ ഒരു കോഡ് സെഗ്മെന്റ് ഔട്ട്പുട്ട് ചെയ്യുന്ന വാല്യൂ എത്ര ആയിരിക്കും, 0 എന്ന് പറഞ്ഞ വാല്യൂ പ്രിന്റ്. അപ്പൊ അത് വന്ന വഴി ക്ലിയർ ആണോ എല്ലാവർക്കും, എങ്ങനെയാണ് ആ 0 വന്നതെന്നുള്ളത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇൻഡിജർ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം പെർസെന്റേജ് ഡി എന്ന് പറയുന്ന ഇൻഡിജറിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കിയപ്പോൾ 0 ലെസ് ദാൻ നോട്ട് കെ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് രണ്ട് ഓപ്പറേറ്റർ വരുന്നുണ്ട്, ലെസ് ദാൻ വരുന്നുണ്ട്, നോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, നോട്ടിനാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നോട്ട് കെ, കെ എന്താണ്, -7 എന്ന് പറയുന്നതിന് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, 0 അല്ലാത്ത എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നോട്ട് എന്താണ്, ട്രൂ എന്നുള്ളതിന്റെ ആൻസർ എന്താണ്, ഫാൾസ് ആണ്. അപ്പൊ ഫാൾസിന് നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യും, 0. അപ്പം നോട്ട് കെ എന്നുള്ളത് എന്തായിട്ട് മാറി, 0. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫുൾ കണ്ടീഷൻ എങ്ങനെയായി, 0 ലെസ് ദാൻ 0 എന്നായി. 0 ലെസ് ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്, അതൊരു ഫാൾസ് കണ്ടീഷൻ ആണ് അല്ലെ. അതിന് 0 ഈക്വൽ ടു 0 അല്ല, 0 ലെസ് ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്, ഫാൾസ് ആണ്. അപ്പൊ ഫാൾസ് എഴുതുക. ഫാൾസിന്റെ ഇൻഡിജർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. അപ്പൊ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാവർക്കും ഓക്കെ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി, ഇത് നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് ലൂപ്പ് ഈസ്. ഇവിടെ ലൂപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് ആൻസർ കിട്ടുന്നവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. അവിടെ ഒരു ഫോർ ലൂപ്പ് തന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് ലൂപ്പ് ഈസ്, തന്നിരിക്കുന്ന ലൂപ്പിന്റെ ഔട്ട്പുട്ട് എന്താണ്. ആൻസർ കിട്ടുന്നവർ ചാറ്റ് ബോക്സിലേക്ക് ഇടുക. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, മാക്സിമം നിങ്ങൾ ശരിയാക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും. 5 ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന്, 5 മാർക്ക് കളയാൻ നോക്കുക. ഫാത്തിമ, രണ്ടുപേരുടെ ആൻസർ വന്നിട്ടുണ്ട്. വെറുതെ കറക്റ്റ് കുത്തരുത്, ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. കിട്ടുന്നവർ ആൻസർ ഇടുക. ഈ ആൻസർ കിട്ടുന്നവർ ചാറ്റ് ബോക്സിൽ ഇടണേ. 3 പേര്, 3 പേരും ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സെയിം ആൻസർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ,
അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഒരു ലൂപ്പാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. 3 ടൈപ്പ് ലൂപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഫോർ ലൂപ്പ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതിനൊക്കെ തന്നെ വൈല് പഠിക്കാനുണ്ട്. ഇവർ രണ്ടുപേരും നമുക്കറിയാം, ഇവർ രണ്ടുപേരും എൻട്രി കൺട്രോൾഡ് ആണ് അല്ലെ. ഇനി അടുത്തത് മറ്റൊരു ലൂപ്പാണ് ഡു വൈൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. അപ്പം കൺട്രോൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് എന്നുള്ള രീതിയിൽ പറയാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ തന്നിരിക്കുന്ന ഫോർ ലൂപ്പ് ആയതുകൊണ്ട് ഞാൻ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഇവിടെ എഴുതാണ്. ഫോർ ആദ്യം എന്തായിരിക്കണം കൊടുക്കേണ്ടത്? ഇനിഷ്യലൈസേഷൻ കൊടുക്കണം, സെമി കോളൻ. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ, സെമി കോളൻ. പിന്നീട് അപ്ഡേഷൻ, അത് കൂടുക കുറയുക അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാൻ പറ്റും. ദെൻ അതിനുള്ളിൽ എന്ത് കൊടുക്കും? ലൂപ്പിന്റെ ബോഡി അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഇവിടെ കൊടുക്കുക. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആകാം, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആകാം. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഇവിടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഫോർ പുട്ട് ക്യാരക്ടർ സി. പുട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പുട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവിടുത്തെ ഇനിഷ്യലൈസേഷൻ ആണെന്ന് പറയുന്നത് നമുക്ക്. ഓക്കെ, ഇനിഷ്യലൈസേഷൻ ആണ്. അപ്പം അത് സെമിക്കോളം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ. സെമിക്കോളം കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് കണ്ടീഷൻ ആണ്. ദെൻ അത് കഴിഞ്ഞ് സെമിക്കോളം കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പം ഈ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്തായിട്ട് എടുക്കുക? ലൂപ്പിന്റെ ബോഡി ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് ബോഡി. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് അറിയാം, എങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാന്നുള്ളത്. ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇനിഷ്യലൈസേഷനിൽ പോകും, ഇവിടെ വരും, ഇത് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. അത് കൂടുതൽ ഇനിഷ്യലൈസേഷൻ ആണ് നമ്മൾ നോർമൽ ലൂപ്പുകളിൽ കാണുന്നത്. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകും, ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യുവാണ്? ഇവിടുന്ന് തന്നെ ലൂപ്പിന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഏത് സിറ്റുവേഷനിലാണ്? ഫാൾസ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്ഡേഷൻ ആണ്. അപ്ഡേറ്റ് ചെയ്താൽ അഗെയിൻ എങ്ങോട്ട് പോകണം? ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പോകണം. ഇതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. അതേ രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോർ പുട്ട് ക്യാരക്ടർ സി എന്നുള്ളതല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പുട്ട് ക്യാരക്ടറിന്റെ അതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വേരിയബിളിനെ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റിനെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അത് പ്രിന്റ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ആദ്യം കൊടുത്തിരിക്കുന്നത്? പുട്ട് ക്യാരക്ടർ സി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഔട്ട്പുട്ടിൽ എന്ത് വരും? സി എന്ന് പറയുന്ന ലെറ്റർ പ്രിന്റ് ആയി. ഇനി ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടാ പോകുന്നത്? ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എങ്ങോട്ടാ പോകുന്നത്? ടെസ്റ്റ് കണ്ടീഷനിലേക്കല്ലേ. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പുട്ട് ക്യാരക്ടർ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? എ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? എ പ്രിന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ലെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് നോർമലി ഒരു ഇന്റീജർ വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ എത്ര വാല്യൂസ് അവിടെ അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് അവിടെ പ്രിന്റ് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, പുട്ട് ക്യാരക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടറിനെ അവിടെ പ്രിന്റ് ചെയ്യുന്നില്ലേ. അപ്പൊ അവിടെ നമ്പർ ഓഫ് വാല്യൂസ് പ്രിന്റ് ചെയ്ത് എത്രയാണ്? 1 ആണ് അല്ലെ. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്ത് ആ വാല്യൂവിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ആക്ച്വലി വാല്യൂ എത്രയാണ്? 1 ആണ്. വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അവിടെ വരുന്ന വാല്യൂ എത്രയാണ്? 1 ആണ്. കാര്യം പുട്ട് ക്യാരക്ടറിന്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ ഇങ്ങനെയാണ്, ഇന്റ് പുട്ട് ബ്രാക്കറ്റില് ക്യാരക്ടർ ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ സിന്റാക്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഈ ഇന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്തതാണ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു. ഇവിടെ 1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് പറഞ്ഞു. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫാൾസും നോൺ സീറോ വാല്യൂസ് എല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ട്രൂ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ 1നെ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ട്രൂ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ എവിടേക്ക് പോകും? ബോഡി എക്സിക്യൂട്ട് ചെയ്യാം. ബോഡിക്കകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? പുട്ട് ക്യാരക്ടർ ടി എന്നല്ലേ. അപ്പൊ ടി പ്രിന്റ് ചെയ്തു. ഇനി ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം? അടുത്ത എന്താണ്? പുട്ട് ക്യാരക്ടർ ആർ. അപ്പൊ ആർ പ്രിന്റ് ചെയ്യും. അപ്പൊ 80R എന്നായി. ഓക്കെ, ഇനി അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോവുക? ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പോവുക. ടെസ്റ്റ് കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുട്ട് ക്യാരക്ടർ എന്നല്ലേ. അപ്പൊ എ പ്രിന്റ് ചെയ്തു. ഇനി അവിടെ റിട്ടേൺ അടിച്ച് വരുന്ന വാല്യൂ എത്രയാണ്? എത്ര ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്തു എന്നുള്ളതല്ലേ. അപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാല്യൂ എത്രയാണ്? 1 തന്നെയാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ കണ്ടീഷൻ ട്രൂ ആണ്. അകത്ത് കയറും. അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? ടി പ്രിന്റ് ചെയ്യും. അവിടുന്ന് നേരെ എന്താണ്? അപ്ഡേഷനിലേക്ക് ആർ പ്രിന്റ് ചെയ്തു. അവിടുന്ന് നേരെ ടെസ്റ്റ് കണ്ടീഷനിലേക്ക് എ പ്രിന്റ് ചെയ്തു. ആ സമയത്ത് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ടെസ്റ്റ് കണ്ടീഷന്റെ അവിടെ ട്രൂ ഓർ ഫാൾസ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ 1 വരുവാണെങ്കിൽ 1 വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ടി ഇപ്പം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുകയാണ്. ഏതാണ്? ഈ പറയുന്ന ATR എന്നുള്ളത്. ATR ഇങ്ങനെ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ലൂപ്പ് എന്താണ്? ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ആണെന്ന് നമുക്ക് പറയാം. കാര്യം ഈ ലൂപ്പ് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല? സ്റ്റോപ്പ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ സി എന്നുള്ളത് ഒരു തവണ വർക്ക് ചെയ്യത്തുള്ളൂ. കാര്യം പ്രിന്റ് ചെയ്യത്തുള്ളൂ. കാര്യം എന്താണ്? അത് ഇനിഷ്യലൈസേഷനകത്ത് കിടന്നതാണ്. അപ്പൊ നോക്കിയാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൻസർ ഏതാണെന്നുള്ള കാര്യം നോക്കിയാൽ സി അല്ലെ. ATR എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ക്ലിയർ ആണോ? സാർ ഇതിനകത്തെ ഫോർ ലൂപ്പിന്റെ എഫ് ക്യാപിറ്റൽ അല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പൊ സിന്റാക്സ് എറർ വന്നൂടെ? അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാ, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഒരു ഡൗട്ട്. ഇപ്പൊ ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ നടക്കുന്ന എക്സാമിനകത്ത് ഈ പറയുന്ന ആൻസർ ചലഞ്ച് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും സിന്റാക്സ് എറർ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. ഇൻവാലിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവർ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അപ്പൊ അതിനകത്തൊക്കെ അവര് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് കുറെയൊക്കെ ഇൻവാലിഡേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതിന്റെ റീസൺ ഇതാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ഇപ്പൊ ഓട്ടോ ക്യാപിറ്റലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ കണ്ടന്റ് ക്യാപ്സിൽ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പ്രൊഫഷണൽ ആൻസർ കീ വരുന്ന സമയത്ത് ഇത് ഡി ആയിട്ട് തന്നെ ആയിരിക്കും കാണുക. പിന്നീട് നമുക്കത് ചലഞ്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവർ എന്ത് ചെയ്യും, ഇൻവാലിഡേറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതും ഔട്ട്പുട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ തിയറി പ്രതീക്ഷിക്കാവും, ബാക്കിയെല്ലാം ഔട്ട്പുട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നിങ്ങൾ. അപ്പൊ ഇവിടെ അവർ ആദ്യത്തെ നമുക്ക് ചോദിച്ചിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ ഔട്ട്പുട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്റെ i = 1 j = -1. അപ്പൊ ഞാനിതോടെ എഴുതി i = 1 j = എത്രയാണ്, -1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് i ആണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പൊ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഐയുടെ വാല്യൂ 1 ആണ് അല്ലെ. അപ്പൊ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നത് വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് എന്താണ്, കേസ് 0,1. അടുത്ത കേസ് ഏതാണ്, കേസ് 2. അടുത്ത എന്താണ്, ഡിഫാൾട്ട്. അവിടെ ഡിഫാൾട്ട് അല്ലെങ്കിൽ കേസ് ഡിഫാൾട്ട് രണ്ടു കൊടുത്താലും ശരിയാണ്. അപ്പം ഈ പറയുന്നത് തന്നെ ഇവിടെ ആദ്യത്തെ കേസിനകത്ത് കേസ് 0,1 എന്ന് കൊടുത്തിട്ടില്ലേ, കേസ് 0,1 എന്ന് കൊടുത്താല് അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേസ് വാല്യൂ ആയിട്ട് ഒരു സിംഗിൾ കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ. സിയില് ഒരു കേസ് വാല്യൂ ആയിട്ട് സിംഗിൾ കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത്, കേസ് 0,1 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. കേസ് 0,1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഇതൊരു സിന്റാക്സ് എറർ ആണ്. ഓക്കെ, അതൊരു സിന്റാക്സ് എറർ ആണ്. പ്രോഗ്രാം എന്ത് കാണിക്കും, എറർ കാണിക്കും. അതേസമയം ഇങ്ങനെ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആണ്. എന്താണ് 0: അടുത്ത എന്താണ്, കേസ് 1: ഇങ്ങനെ കൊടുത്തിരുന്നു. എന്നിട്ട് j = 1 എന്നാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ ആൻസർ ആണെങ്കിൽ വരേണ്ട കോഡ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, കേസ് 0,1. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, കേസ് വാല്യൂവിന്റെ അടുത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് വരാൻ പാടില്ല, ഒരു സിംഗിൾ വാല്യൂ ആണ് വരേണ്ടത്. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന വരുന്ന വാല്യൂ ആണെങ്കിലും ആകാം, പക്ഷെ എന്ത് വരണം, ഒരു സിംഗിൾ വാല്യൂ ആണ് വരാൻ. ഇവിടെ മൾട്ടിപ്പിൾ വാല്യൂസ് ഇവിടെ കൊടുത്തേക്കുന്നത് കാരണം 0,1 അങ്ങനെ കൊടുത്തേക്കുന്നത് കാരണം എന്തായിട്ട് കാണിക്കുന്നത്, സിന്റാക്സ് എറർ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആൻസർ, ഓപ്ഷൻ ഡി. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാൻ, നിങ്ങളെ മനഃപൂർവ്വം തെറ്റിക്കാനായിട്ട് വരുന്ന കാര്യമാണ്. കാര്യം നിങ്ങൾ എല്ലാവരും ഇതായിരിക്കും ഉദ്ദേശിച്ചത്, 0: കേസ് 1 ഇതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെയാണ് സിന്റാക്സിൽ കൊടുത്തില്ല. ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ വന്നത് കാരണം ഇത് എന്തേ റിസൾട്ട് തരത്തുള്ളൂ, സിന്റാക്സ് എറർ റിസൾട്ട് തരും. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കേസ് 0: കേസ് 1 അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ കേസിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് വരാം. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടത് കേസ് 0: കേസ് 1 കേസ് 2 അങ്ങനെ വേണം കൊടുക്കാനായിട്ട്. അല്ലാതെ 0,1,2 കൊടുക്കാൻ നമുക്ക് പ്രിവിലേജ് ഇല്ല, സിന്റാക്സ് എറർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കാര്യം നിങ്ങൾ എല്ലാവരും ബി എഴുതാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. എഴുതാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം നമ്മൾ ആ കേസ് മൾട്ടിപ്പിൾ വാല്യൂസ് വരാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും. ഇങ്ങനെയല്ല അതിന്റെ ആൻസർ വരുന്നത്. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്, ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഫംഗ്ഷനകത്ത് അവർ കോഡ് തന്നിരിക്കുവാണ്. ഫണ്ടെന്നാണ് ഫംഗ്ഷന്റെ പേര് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ് ഈ ഒരു ഫംഗ്ഷനെ 240 വെച്ച് വിളിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. ചെറിയൊരു കോഡ് സെഗ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് A4, B3, C2 ആൻഡ് D40. ഇത് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ ആണ്. ആ മോഡലിൽ 2 ക്വസ്റ്റ്യൻസ് കാണും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. ഒരെണ്ണം തിയറി ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് നോർമൽ രീതിയിൽ അതിന്റെ മോഡൽ വരാറ്. ആൻസർ കിട്ടുന്ന ഒരു ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. 2 ആൻസറും ഓപ്ഷൻ ഇതിട്ടാ മതി, ABCD അതിൽ ഏതാണെന്ന് ഇട്ടാൽ മതി. 2 പേരുടെ ആൻസർ വന്നിട്ടുണ്ട്. 2 പേരും ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഓൾസോ ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി, ആശ ഓപ്ഷൻ സി. ഐ തിങ്ക് ബി ഒഴിച്ചുള്ള എല്ലാ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാമേ. ഇത്
ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, ബട്ട് നമുക്ക് എക്സാക്ട് ആൻസറിൽ എത്തിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എങ്ങനെയാ വർക്കിംഗ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്ത് വരിക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻഡ് ഐ ജെ ഈക്വൽ ടു 0 സം ഈക്വൽ ടു 0. അപ്പൊ ഞാൻ 3ന്റെ വാല്യൂസ് ഇവിടെ എഴുതുവാണേ. 3 വേരിയബിൾ ആയിരുന്നു പറഞ്ഞത്. ഐക്ക് വാല്യൂസ് തന്നിട്ടില്ല. അടുത്തത് ജെ 0 സം എത്ര കൊടുത്തിരിക്കുന്നത് 0. ഇങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫോർ ലൂപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. കണ്ടീഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ലൂപ്പ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഫോർ ഐ ഈക്വൽ ടു എൻ അല്ലെ, ഐ ഗ്രേറ്റർ ദാൻ 1 ഐ ഈക്വൽ ടു ഐ ബൈ 2 അല്ലെ. എന്നിട്ട് അവിടെ അവര് എന്താണ് കേർലി ബ്രാക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം എന്ന് പറഞ്ഞാൽ ജെ പ്ലസ് പ്ലസ് മാത്രമേ ലൂപ്പിന്റെ പാർട്ടായിട്ടുള്ളൂ. ഏത് ലൂപ്പിന്റെ? ഐ ലൂപ്പിന്റെ പാർട്ടായിട്ടുള്ളൂ. അപ്പൊ ആക്ച്വലി ഇങ്ങനെയാണ് അത് വരുന്നത്. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എന്താണ്? അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ. ഇവിടെ ഇനീഷ്യലൈസേഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അതിന് പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ജെ ഗ്രേറ്റർ ദാൻ 1 ജെ ഈക്വൽ ടു ജെ പ്ലസ് ജെ ബൈ 2. അപ്പം രണ്ടാമത്തെ ലൂപ്പിനകത്ത് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ജെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് ജെ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ എവിടെ കൊടുക്കാൻ പറ്റൂ? സെക്കൻഡ് ലൂപ്പിലേക്ക് അതിനെ കൊടുക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ സെക്കൻഡ് ലൂപ്പ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന അവിടെ നിർത്താം. സെക്കൻഡ് ലൂപ്പ് നമുക്ക് പതിയെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൂപ്പ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൂപ്പിലേക്ക്. അപ്പൊ നമുക്ക് ഇത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം, ഈ ഒരു പോർഷൻ. അപ്പൊ നിങ്ങൾ നോക്കിയേ ഐ ഈക്വൽ ടു എൻ. എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഫംഗ്ഷനെ വിളിച്ചിരിക്കുന്നത്, ഇവിടെ എന്റെ സ്ഥാനത്ത് വരുന്ന വാല്യൂ എത്രയാണെന്നാണ്. എന്റെ സ്ഥാനത്ത് വരുന്ന വാല്യൂ ഫംഗ്ഷൻ വിളിച്ചിരിക്കുന്നത് എത്രയാണ്? 240. അപ്പൊ നമുക്കറിയാം എൻ എത്രയാണെന്ന് അറിയാം. എൻ എന്ന് പറയുന്നത് 240 ആണെന്ന് പറയാം. അപ്പൊ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 240 ആണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ. ഓക്കെ, എൻ 240 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലൂപ്പ് വർക്ക് ചെയ്യുകയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഐ ഈക്വൽ ടു എൻ. അപ്പൊ നമുക്കറിയാം എത്രയാണ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എൻ എത്രയാണ്? 240 അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ചെയ്തു. ഐയുടെ വാല്യൂ 240. ഇനി ഐ ഗ്രേറ്റർ ദാൻ 1 ആണോ എന്ന് നോക്കി. ഓക്കെ, ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണോ? ആണ്. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ട്രൂ ആണെന്ന് പറയാം അല്ലെ. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. ഐ ഗ്രേറ്റർ ദാൻ 1 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അകത്ത് വരും. അകത്ത് വന്നിട്ട് എന്താണ്? ജെ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ജെ എത്ര ആയിട്ട് മാറും? ഒന്ന് കൂടും. ജെ ഈക്വൽ ടു എത്ര ആകും? 0യിൽ നിന്ന് 1 ആയിട്ട് മാറും. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഐ ഈക്വൽ ടു ഐ ബൈ 2 എന്നല്ലേ. ഐ ഈക്വൽ ടു ഐ ബൈ 2. അപ്പൊ എന്താ ചെയ്യുന്നത്? ഐ ഇന്റിജർ ആണ്, 2 ഇന്റിജർ ആണ്. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്? കോഷ്യന്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പൊ 240 ബൈ 2 ഈക്വൽ ടു എത്ര വരും? 120. 240 അല്ലെ 0. അപ്പൊ നമുക്ക് എത്ര പറയാം? ഐ എത്രയിലേക്ക് പോയി എന്ന് പറയാം? ഐ 120 ആയി. അപ്പൊ അടുത്ത എന്താണ്? ഐ 120 ആയി. പിന്നെ എന്താണ്? നേരെ ഇവിടുന്ന് വന്നിട്ട് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുവാണ്. കണ്ടീഷൻ ഐ ഗ്രേറ്റർ ദാൻ 1. ഐ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അകത്ത് കയറി ജെ ഇൻക്രിമെന്റ് ആവും. ജെ എത്ര ആയിട്ട് മാറി? 2 ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഐ നേരെ പകുതിയാവും. അപ്പൊ ഐ എത്രയിലേക്ക് പോകും? നമുക്ക് പറയാം 60യിലേക്ക് പോകും. അവിടെ എന്താണ്? ഐ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ജെ എന്ത് ചെയ്തു? ഇൻക്രിമെന്റ് ചെയ്തു 3. അടുത്തത് ഐ നേരെ പകുതിയിലേക്ക് പോവാണ്, 30യിലേക്ക് പോവാണ്. ഓക്കെ, അവിടെ ഐ ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജെ എത്ര ആകും? 4 ആകും അല്ലെ. ഇനി എന്ത് ചെയ്യും? ഐ നേരെ പകുതിയിലേക്കും. ഐ എത്ര ആകും? 15 ആകും അല്ലെ. ദെൻ ഐ ഗ്രേറ്റർ ദാൻ 1 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ജെ ഇൻക്രിമെന്റ് ചെയ്യും. ജെ 5 ആകും. അടുത്തത് ഐ എത്ര ആയിട്ട് മാറും? ഐ 15/2 നേരെ പകുതിയാവും അല്ലെ. 7 ടൈംസ് 14 റിമൈൻഡർ 1. അപ്പൊ നമ്മൾ കോഷ്യന്റ് എടുക്കുക. കാര്യം എന്താണ്? ഇന്റിജർ ബൈ ഇന്റിജർ ഡിവിഷൻ ആണ്. അപ്പൊ എത്ര വരും? ഇവിടെ 7 വരും. അല്ല 7.5 ഒന്നും അവിടെ എടുക്കരുത്. ഐ ഗ്രേറ്റർ ദാൻ 1 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ജെ എത്ര ആയിട്ട് മാറും? 6 അല്ലെ. ദെൻ ഐ ഈക്വൽ ടു അടുത്ത എത്രയിലേക്ക് പോകും? 3. അവിടെ എന്താണ്? ഐ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നോക്കി. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ് അല്ലെ. അപ്പൊ ജെ എത്ര ആയിട്ട് മാറി? 7 ആയിട്ട് മാറി. അടുത്ത എന്താണ്? ഐ നേരെ പകുതിയാവും അല്ലെ. 3/2 ഈക്വൽ ടു 1 ടൈംസ് 2 റിമൈൻഡർ 1. നമ്മൾ കോഷ്യന്റ് എടുക്കത്തോളൂ. അപ്പൊ ഐ ഈക്വൽ ടു 1. ഐ ഗ്രേറ്റർ ദാൻ 1 കണ്ടീഷൻ എന്താണ്? ഫാൾസ് ആണ് അല്ലെ. അവിടെ വെച്ചാൽ ലൂപ്പ് സ്റ്റോപ്പ് ആകും. ആ സമയത്ത് നമുക്ക് ജെക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ്? ലാസ്റ്റ് വാല്യൂ 7. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജെ എത്രയിലേക്കാണ് വന്നിരിക്കുന്നത്? 7. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ജെയുടെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്? 7 ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ഓക്കെ അല്ലേ? ആദ്യത്തെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ജെ 7 കിട്ടി. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ലൂപ്പിലേക്ക് വരാം. രണ്ടാമത്തെ ലൂപ്പിനകത്ത് നമ്മൾ ജെ വെച്ചാൽ കളിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ ലൂപ്പിലേക്ക് പോകണേ. അപ്പൊ ഇതൊന്ന് ഞാൻ എറൈസ് ചെയ്യുവാണ്.
അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എത്രയാണ്? ജെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 7. ഓക്കെ. ഇനി രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇനിഷ്യലൈസേഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിഷ്യലൈസേഷൻ എന്താണ്? ഓപ്ഷണൽ ആണ്. അവിടെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കൊടുക്കാതിരിക്കാൻ മൾട്ടിപ്പിൾ വേരിയബിൾസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ലൂപ്പിലേക്ക് പോവുകയാണ്. ഓക്കെ. രണ്ടാമത്തെ ലൂപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൂപ്പ് ഇവിടെ ഒന്ന് ആദ്യം എഴുതാം. രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 4 അല്ലെ? ഇനിഷ്യലൈസേഷൻ ഇല്ല. ജെ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നോക്കുക. ഓക്കെ. ദെൻ അപ്ഡേഷൻ സെയിം തന്നെ, ജെ ഈക്വൽ ടു ജെ ബൈ 2 തന്നെ. ഓക്കെ. അവിടെയും നമുക്ക് കർലി ബ്രാക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ എന്തിന്റെ പാർട്ടായിട്ട് എടുക്കാവൂ? ഈ പറയുന്ന ലൂപ്പിന്റെ പാർട്ടായിട്ട് എടുക്കാന്ന് വെച്ചാൽ സം ഈക്വൽ ടു ഇനി നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാം. അപ്പം ജെ ഇനിഷ്യലി എത്രയാണെന്ന് പറയാം? ജെ എന്ന് പറയുന്നത് ഇനിഷ്യലി നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മറ്റേ ലൂപ്പിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജെ എത്രയാണ്? 7 ആണ് അല്ലെ? ഇനി ജെ അതല്ലേ കണ്ടീഷൻ? ഇനിഷ്യലൈസേഷൻ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ നേരെ ടെസ്റ്റ് കണ്ടീഷനിലേക്ക് വരുവാണ്. ജെ ഗ്രേറ്റർ ദാൻ 1. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ജെ ഈക്വൽ ടു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ ബോഡി വർക്ക് ചെയ്തിട്ടില്ല, അപ്ഡേഷൻ ഇപ്പോൾ. അപ്പൊ സം എത്രയായിട്ട് മാറി? സം 0 ആയിരുന്നു, 1 കൂടിയിട്ട് 1 അല്ലെ? അവിടുന്ന് നേരെ നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ടെസ്റ്റ് കണ്ടീഷൻ അപ്ഡേഷനിലേക്ക് പോവാണ്. ജെ എത്ര ആവുക? നേരെ പകുതിയാവും. കാരണം ജെ ഇൻഡിജർ ആണ്, 2 ഇൻഡിജർ ആണ്. അപ്പൊ ഇൻഡിജർ ബൈ ഇൻഡിജർ ഡിവിഷൻ എടുക്കുക. 7/2 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് വരുന്നത്? 3 ആണ് വരുന്നത് അല്ലെ? ദെൻ ജെ ഗ്രേറ്റർ ദാൻ 1. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സം ഈക്വൽ ടു 2. അടുത്തത് ജെ എത്രയിലേക്ക് വരും? 3/2. ഒരു തവണ 2 റിമൈൻഡർ എത്ര വരും? 1. നമുക്ക് കോഷ്യന്റ് മതി, കാര്യം ബോണ്ടിലും താഴെ ഇൻഡിജർ ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 1. ഇവിടുത്തെ ജെ ഗ്രേറ്റർ ദാൻ 1. കണ്ടീഷൻ എന്താണ്? ഫാൾസ് ആണ് അല്ലെ? ലൂപ്പിൽ നിന്ന് പുറത്തിയാടും. അപ്പൊ നമുക്ക് ലാസ്റ്റിൽ കിട്ടിയിരിക്കുന്ന സമ്മിന്റെ കാര്യം എത്ര കിട്ടിയിരിക്കുന്നത്? 2 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്പൊ ലൂപ്പ് എക്സിക്യൂട്ട് ഇവിടെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ സമ്മിനെ റിട്ടേൺ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താണ്? ദ വാല്യൂ റിട്ടേൺഡ് അല്ലെ? റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എത്രയാണെന്നല്ലേ? സമ്മിന്റെ വാല്യൂ അല്ലേ റിട്ടേൺ ചെയ്യുന്നത്? അപ്പൊ എത്രയാണ് റിട്ടേൺ ചെയ്യുന്നത്? 2 എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? ജെയുടെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നു പറയാം. ഓക്കെ. അപ്പൊ ആ ജെയുടെ ഫോർ ലൂപ്പ് അല്ലേ ചോദിച്ചത്? ഓക്കെ. അപ്പൊ ഐയുടെ ഫോർ ലൂപ്പ് കാൽക്കുലേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ജെയുടെ വാല്യൂ എത്ര കിട്ടിയത്? എത്ര? 7 അല്ലേ? അത് ഓക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇനി ഈ ലൂപ്പിനകത്തൊന്ന് നോക്കിയാൽ നിങ്ങൾ ഇതാണ് തന്നിരിക്കുന്ന ലൂപ്പ്. അപ്പൊ അതിനകത്ത് കർലി ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലൂപ്പ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സം പ്ലസ് പ്ലസിനെ മാത്രമേ എന്തായിട്ട് എടുക്കത്തുള്ളൂ? ഈ പറയുന്ന ലൂപ്പിന്റെ ബോഡി ആയിട്ട് എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനിഷ്യലൈസേഷൻ ഇല്ല. അപ്പൊ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷണൽ ആണ്. ഓക്കെ. അവിടെ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് നോക്കുക? നേരെ ടെസ്റ്റ് കണ്ടീഷനിൽ വരിക. അപ്പൊ ജെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ലാസ്റ്റ് 7 അല്ലേ? ജെ ഗ്രേറ്റർ ദാൻ 1. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നേരെ ബോഡി വർക്ക് ചെയ്യും. ബോഡി വർക്ക് ചെയ്യുന്ന പറയുന്നത് സം എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും. സം ഈക്വൽ ടു സം പ്ലസ് 1 അല്ലെ? അതല്ലേ സം പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ സം എത്ര ആയിട്ട് മാറും? ഈ പറയുന്ന 0 ആയിരുന്നു, അത് 1 ആയിട്ട് മാറും. ഇനിഷ്യലി 0 അല്ലേ തന്നിരുന്നത്? ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? നേരെ അപ്ഡേഷനിലേക്ക്. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ജെ ഈക്വൽ ടു ജെ ബൈ 2 അല്ലേ? അപ്പം ജെ ഇൻഡിജർ ആണ്, 2 ഇൻഡിജർ ആണ്. അപ്പൊ ഇൻഡിജർ ബൈ ഇൻഡിജർ. അപ്പൊ കോഷ്യന്റ് എടുത്താൽ മതി. 3 ടൈംസ് 6 റിമൈൻഡർ 1. അപ്പൊ നമ്മൾ 3 എടുക്കാവും. അപ്പൊ ജെ എത്ര ആയിട്ട് മാറും? 3 ആയിട്ട് മാറും അല്ലെ? നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും ടെസ്റ്റ് കണ്ടീഷനിലേക്ക്. ജെ ഗ്രേറ്റർ ദാൻ 1. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അകത്ത് വരും സം ഒന്നും കൂടെ കൂടും. സം എത്ര ആയിട്ട് മാറും? 2 ആയിട്ട് മാറും. ഇനി അവിടുന്ന് നേരെ പിന്നെയും എങ്ങോട്ട് പോവാണ്? അപ്ഡേഷനിലേക്ക് പോവാണ്. ജെ നേരെ പകുതിയാണ്. അപ്പൊ ജെയുടെ വാല്യൂ എത്രയാണ്? 3 അല്ലേ? 3/2 എടുക്കുക. ഒരു തവണ 2 റിമൈൻഡർ എത്ര വരും? 1. അപ്പൊ ജെ എത്ര ആയിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇനി അടുത്ത ജെ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകും. കണ്ടീഷൻ ട്രൂ ഓ ഫാൾസോ? ഫാൾസ്. അപ്പൊ അവിടെ വെച്ച് ലൂപ്പ് സ്റ്റോപ്പ് ആവുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ലൂപ്പിൽ നിന്ന് പുറത്തിയാടി. എന്നിട്ട് ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തത്? റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആരുടെയാണ്? സമ്മിന്റെ വാല്യൂ അല്ല റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം എത്ര റിട്ടേൺ ചെയ്തെന്ന് അറിയാം. 2 എന്ന് പറയുന്ന നമ്പറാണ് റിട്ടേൺ അടിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ആരായത്? സി.